താരിഫിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നോക്കാം. ഇറക്കുമതി തീരുവ കൂടുമ്പോൾ സ്വാഭാവികമായും സാധനത്തിൻ്റെ വില വർദ്ധിക്കുന്നു. അത് ഉപഭോക്താക്കളാണ് സഹിക്കേണ്ടി വരിക. ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവോ സബ്സിഡിയോ ലഭിക്കുമ്പോൾ ക്വാളിറ്റിയിൽ പിന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. ആഭ്യന്തര വിപണിയിലെ ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണമാണ് താരിഫ് ഏർപ്പെടുത്തുന്നതിൻ്റെ പ്രധാന ന്യായമെങ്കിലും വേറൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ അതൊരു യുദ്ധമായി പര്യവസാനിക്കും. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടോ പ്രതികാര നടപടിയുടെ ഭാഗമായോ പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നീതിരഹിതമായ താരിഫുകൾ ഏർപ്പെടുത്തി സുഗമവും നൈസർഗികവുമായ ക്രയവിക്രയങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. ചിക്കൻ വാറിനെ കുറിച്ച് നോക്കാം. 1960-കളിലുണ്ടായ ഒരു പ്രധാന വ്യാപാര യുദ്ധമാണ് ചിക്കൻ വാർ. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അമേരിക്കയിൽ കോഴി ഉൽപ്പാദനം പാരമ്യത്തിലെത്തി. വില കുറയുകയും ചെയ്തു. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ചിക്കൻ ഇറക്കുമതി ചെയ്യിപ്പിച്ചു. ഇത് ജർമ്മനിയിലെ കോഴി കർഷകരെ ബാധിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുകയും ചെയ്തു. ഇവരെ സംരക്ഷിക്കുന്നതിനായി ജർമ്മനി 25% ഇറക്കുമതി നികുതി പ്രഖ്യാപിച്ചു. ഇതിൽ പ്രകോപിതരായ US ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന മരുന്നുകൾ, വൈനുകൾ എന്നിവയ്ക്കും 25% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. വിലവർദ്ധനവ് ആത്യന്തികമായി ഉപഭോക്താക്കളെയാണല്ലോ ബാധിക്കുക. വിൽപ്പന കുറഞ്ഞു. അമേരിക്കയിൽ നിന്ന് ചിക്കൻ കയറ്റുമതി കുറഞ്ഞു. അവർ നഷ്ടത്തിലേക്ക് പോയി. ജർമ്മനിയെയും ഇത് പ്രതികൂലമായി ബാധിച്ചു. ഇതാണ് ചിക്കൻ ട്രേഡ് വാർ. 2018-2020 US ചൈന ട്രേഡ് വാർ. ലോകത്ത് ഏറ്റവും അധികം സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. വലിയ തോതിലുള്ള സബ്സിഡിയാണ് അവിടുത്തെ ഗവൺമെൻറ് ഇതിനു വേണ്ടി നൽകുന്നത്. അതിനാൽ തുച്ഛമായ വിലയിൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. വളരെ കുറഞ്ഞ വിലയിൽ വലിയ അളവിൽ സ്റ്റീൽ അമേരിക്കയിലേക്ക് ചൈനക്കാർ കയറ്റി അയച്ചു. ഇതിനെക്കുറിച്ച് ഡേർട്ടി ചീപ്പ് ഡംപിംഗ് എന്ന് പറഞ്ഞാണ് അമേരിക്ക പ്രതിഷേധിച്ചത്. സ്റ്റീൽ കുമിഞ്ഞുകൂടി അമേരിക്കയിലെ സ്റ്റീൽ വ്യവസായം അടച്ചുപൂട്ടി. അന്നത്തെ വാറിലെ മറ്റൊരു പ്രശ്നം ബൗദ്ധിക സ്വത്തവകാശ ചോരണമായിരുന്നു. IP അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. അതായത് ചൈനയിൽ മാനുഫാക്ചറിംഗ് നടത്തുന്ന പല അമേരിക്കൻ പ്രൊഡക്റ്റുകളുടെ ഡിസൈനിങ്ങുകൾ ചൈന കോപ്പിയടിച്ച് സ്വന്തമായി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. ചൈനയെ ബ്ലാക്ക്മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശ്യത്തോടെ അമേരിക്ക പല ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും ഇമ്പോർട്ട് ടാക്സ് ഏർപ്പെടുത്തി.